ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഇന്ന് മമ്മീനായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഈ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ രാവിലെ ഒരു 5:30 ആയപ്പോൾ നമ്മളിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് വേഗം തന്നെ കുളിച്ച് റെഡിയായി എൻ്റെ ചെറിയ രീതിക്കുള്ള മേക്കപ്പ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആസ് യൂഷ്വൽ നമ്മുടെ മോയ്സ്ചറൈസറാണ് ഫേസിൽ അപ്ലൈ ചെയ്തത്. മോയ്സ്ചറൈസർ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫൗണ്ടേഷൻ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ എല്ലായിടത്തേക്കും നന്നായി ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫേസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ അത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പൗഡർ യൂസ് ചെയ്യാറുണ്ട്. പൗഡർ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എൻ്റെ സ്കിൻ കുറച്ച് ഓയിലിയാണ്. അപ്പോൾ മോയ്സ്ചറൈസർ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി ഓയിലി കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് കാരണം ഒന്ന് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പൗഡർ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ചെറിയ രീതിക്കുള്ള ബ്ലഷ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചീക്സിൽ മാത്രമാണ് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് എൻവൈബയുടെ സ്ട്രോക്ക് ക്രീം. അതും ജസ്റ്റ് ഇങ്ങനെ ചീക്സിലും നമ്മുടെ നെറ്റിയിലായിട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഐബ്രോ ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. മസ്കാരയുടെ പെൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഐലൈനർ പെൻ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ മുകളിൽ മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കായിരുന്നു. ആ ഷെയ്ഡും നല്ല അടിപൊളിയായിരുന്നു. ലിപ്പ് കുറേ ടൈം മോയ്സ്ചേർഡ് ആയിട്ട് ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് നന്നായി കോംബ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മളെല്ലായിടത്തും പോകുമ്പോഴും മുടി അഴിച്ചിട്ടിട്ട് പോകാറ്. ഈ വട്ടം ഞാൻ വിചാരിച്ച് കെട്ടി വയ്ക്കാമെന്ന്. ബിക്കോസ് നമ്മൾ പോണത് ബസ്സിനാണ്. ഈ വട്ടം നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് വണ്ടി അത്ര ലോങ് ഒന്നും ഓടിക്കാനായിട്ട് ഒരു കോൺഫിഡൻസ് കുറഞ്ഞ പോലെ കുറേ നാൾ വണ്ടി ഓടിക്കാതെ ഇരുന്നിട്ടാവും. അപ്പോൾ അത് കാരണം നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ബോഡി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു പൊട്ടെടുത്ത് നെറ്റിയിൽ കുത്തി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പെർഫ്യൂമും കൂടി യൂസ് ചെയ്തിട്ട് ഞാൻ നേരെ താഴേക്ക് പോവാണ്. അവിടെ മമ്മിയൊക്കെ റെഡി ആവുന്നുണ്ടായിരുന്നു. ഞാൻ നേരെ താഴെ ചെന്ന് നോക്കിയപ്പോൾ മമ്മി എൻ്റെ സെയിം കളർ തന്നെയാണ് ഒരു ടോപ്പ് വെയർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പപ്പയാണെങ്കിൽ പള്ളിയിൽ പോകാൻ വേണ്ടി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനപ്പം മമ്മി എന്നോട് പറഞ്ഞു വേഗം പോയി ഫുഡ് കഴിച്ച് അത്ര ലോങ് പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ കിച്ചണിൽ പോയിട്ട് മമ്മി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ബസ്സിൽ പോകണമെങ്കിൽ ചിലപ്പോൾ ഞാൻ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസുള്ള കാരണം ഞാൻ ജസ്റ്റ് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടാണ് കഴിക്കുന്നത്. അതാകുമ്പോൾ പിന്നെ എനിക്ക് അവിടെ എത്തുന്നവരെ വിശക്കില്ല. അപ്പോൾ ഞാൻ വേഗം ഒരു നേന്ത്രപ്പഴം എടുത്ത് കഴിച്ചു. നമ്മൾ റെഡി ആയതിന് ശേഷം പപ്പ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ബസ് വരെ 7 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇത്തിരി നേരത്തെയായിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി കുറച്ച് നേരം നിന്നപ്പോഴത്തേനും നമ്മുടെ ബസ് വന്നു. അപ്പോൾ വലിയ തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിൽ. കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ തൃശ്ശൂർ എത്തുന്നവർ വളരെ കംഫർട്ടബിളായിട്ടാണ് പോയത്. തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ മോർണിംഗ് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാനും മമ്മിയും പോയിട്ട് ഒരു മസാല ദോശ കഴിച്ച് വന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ വരാനായിട്ട് ഒത്തിരി ലേറ്റായി. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടു. മമ്മിക്ക് വേറെ ഇഷ്യൂസൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമാധാനമായിട്ട് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോന്നു.